നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് എല്ലാത്തിനും മീതെ പണം എന്ന് പറയുന്ന ആളുകൾ എല്ലായിടത്തും ധാരാളം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇന്നത്തെ സമൂഹത്തെ ജീവിത രീതികൾ മാറിയതിന്റെ ഫലമായി വരുന്ന രീതികൾ ആയിരിക്കാം. പണ്ട് ദാരിദ്ര്യത്തിന്റെ ചുവട്ടിൽ ആയിരുന്ന ഒട്ടുമിക്ക ആളുകളും ഇന്ന് ധാരാളം ധനം സമ്പാദിക്കുന്ന ആളുകൾ ആയിരിക്കുന്നു. കാശ് ധാരാളം വരുമ്പോൾ സന്തോഷം ജീവിതത്തിൽ ലോക മനുഷ്യരുടെ ഇടയിൽ കാണുന്ന പ്രവണതയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് ചിലത് പരിശോധിക്കാനുണ്ട്. ഇയ്യോബ് അധ്യായം 31 വാക്യം 25 പറയുന്നു, എന്റെ ധനം വളരെയായിരിക്ക കൊണ്ട് എന്റെ കൈ അധികം സമ്പാദിച്ചിരിക്ക കൊണ്ട് ഞാൻ സന്തോഷിച്ചുവെങ്കിൽ എന്ന് പറയുന്നു. ഇയ്യോബ് എല്ലാവരെ പോലെ ധനം വളരെ ആയതുകൊണ്ട് സന്തോഷം വന്നുവെങ്കിൽ എന്ന് പറയുന്നു. ഇയ്യോബ് 28 വാക്യത്തിൽ സന്തോഷിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറയുന്നു. അതു ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടതാകുന്ന കുറ്റമത്രേ. അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ എന്ന് പറയുന്നു. നീതിമാനായ ഇയ്യോബ് ധനം വളരെ സമ്പാദിച്ചാലും ദൈവത്തെ മറന്ന് സന്തോഷിച്ചാൽ നാം ദൈവത്തെ നിഷേധിക്കുന്നവർ ആകും എന്ന് വിശ്വസിക്കുന്നു. നിന്റെ കയ്യിൽ ധനം വരുമ്പോൾ നീ ദൈവത്തെ മറന്ന് സന്തോഷിക്കരുത്. ലോക മനുഷ്യരെ പോലെയാകരുത്. ഇയ്യോബ് ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ ദൈവത്തെ നിഷേധിക്കരുത്. ആമേൻ.